ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കർക്കിടകം 1 സംക്രമത്തെ കുറിച്ചിട്ടാണ്. സംക്രമം, സംക്രാന്തി, ഇത് ഞങ്ങൾ ഇവിടെയൊക്കെ അങ്ങനെ പറയുന്നത്. ബാക്കി എല്ലായിടത്തും അങ്ങനെയാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പൊതുവായിട്ട് എല്ലാവരും പറയുന്നത് ഇത് രാമായണ മാസം എന്നുള്ളതാണ് അല്ലേ. പക്ഷെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് ഈ സംക്രമം ഞങ്ങൾ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു, അപ്പം ഞങ്ങളുടെ ആ ഒരു സന്തോഷമില്ലേ, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഈ സ്കൂള് വിട്ട് വരുമ്പം നടന്നാണ് പോയിട്ട് വരുന്നത്. അപ്പം കുറേ പേര് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കൂടെ UP കാലഘട്ടം ഒക്കെ അങ്ങനെ പോയിട്ട് വരുമ്പം അങ്ങനെ വരുന്ന വഴിക്കുള്ള മൈലാഞ്ചി ഒരു സ്പെഷ്യലാണ് ഈ സംക്രമം എന്ന് പറഞ്ഞ കർക്കിടകം 1-ാം തീയതിക്ക് തലേ ദിവസമാണ്. സ്കൂളുള്ള സമയത്താണെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാവരും കൂടി ചേർന്നൊരു കവറൊക്കെ എടുത്തിട്ട് പറിക്കാൻ പോകും ആരാൻ്റെ പറമ്പിലൊക്കെ. അപ്പം സ്വന്തമായിട്ട് പിന്നെ മൈലാഞ്ചി ഇല്ലല്ലോ. സോ അപ്പം സ്കൂൾ വിട്ട് വരുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ എവിടെയെങ്കിലും പൊതുസ്ഥലത്തൊക്കെ ഇങ്ങനെ കാണും, എല്ലാവരും കൂടെ കുറച്ച് കവറിലൊക്കെ ഇങ്ങനെ പറിച്ചു കൊണ്ടുവരും. അമ്മമാർക്കുള്ള പണിയാണ് ഇത് അരച്ച് പേസ്റ്റ് രൂപത്തിലൊക്കെ ആക്കുന്നത്. അത് പിന്നെ അതെല്ലാം നമ്മൾ അമ്മമാർ അരയ്ക്കുകയാണെങ്കിൽ നമ്മളത് എന്താ പറയുക, ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ. കാരണം നമ്മുടെ എല്ലാം ചോക്കണേ, എല്ലാം നന്നായിട്ട് ഇങ്ങനെ റെഡ് കളറാകണേ. നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ്സിലൊക്കെ പോയിട്ട് ആരുടെ കൈയാണ് കൂടുതൽ ചോന്നത്, ഇതൊക്കെ പ്ലാനിട്ട് ഇരിക്കുന്ന സമയമാണ്. അങ്ങനെ പിന്നെ അത് ഞങ്ങളുടെ വശത്തൊക്കെ എങ്ങനെയാ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ശീവൂതി ഈ ചെയ്യുക എന്നുള്ളതൊക്കെ പറയും. അത് നമ്മൾ മക്കളുടെ അല്ലെങ്കിൽ അമ്മമാർ എന്താ പറയുക, എല്ലാം വീടിൻ്റെ ചുറ്റും വീടും എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി എന്നിട്ടൊരു പൊട്ട പാത്രത്തിൽ മണ്ണിൻ്റെ കലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ വേറെ ഏറ്റവും കൂടുതൽ മണ്ണിൻ്റെ കലങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ്, ചട്ടികൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പൊട്ടച്ചട്ടി എന്നൊക്കെ പറയില്ലേ, അതിലൊക്കെയാണ് ആ ഈ ചപ്പ് ചവറുകൾ മൊത്തം അതിനകത്ത് വാരിയിട്ട് നിറച്ച്. പിന്നെ ഒരു ചേമ്പിൻ്റെ ആണോ എനിക്കറിയില്ല, അതുപോലത്തെ അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അതുപോലത്തെ ഒരു തണ്ടൊക്കെ അതിനകത്ത് വെച്ച് ചൂലിൻ്റെ കുറച്ച് വെച്ചിട്ട് പിന്നെ അതിൽ തിരിയൊക്കെ കത്തിച്ചിട്ടാണ് നമ്മൾ ആൾ താമസമില്ലാത്ത ഒരു പറമ്പിലേക്കാണ് ആ വേസ്റ്റ് കൊണ്ടുപോയി വെക്കുക. എല്ലാവരും ഈ സന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്താണ് ഇത് കൊണ്ടുപോകുമ്പം ശിവോതി വാ മൂദേവി പോകുന്നൊക്കെയാണ് ഇവിടെ ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയൊക്കെയാണ് പറയുക. ബാക്കി എല്ലായിടത്തും എനിക്ക് ഈ ശിവോതി ഒരുക്കൽ എന്നൊക്കെ കുറേ പേരുടെയൊക്കെ വേറെ വേറെ രീതിയിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഈ വശത്തൊക്കെ അങ്ങനെയാണ് ചെയ്യുക. എന്നിട്ട് അതങ്ങനെ ആളില്ലാത്ത പറമ്പിൽ പൊതുസ്ഥലത്ത് കുറച്ച് വീടുകളൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ കൊണ്ടുപോയി വെച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ വരും. അങ്ങനെയാണ് ഇവിടുത്തെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ അമ്മമാർ ചെയ്യുന്നതാണ്. വലുതായപ്പോൾ പിന്നെ നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് രാത്രി എല്ലാം പഠിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കുന്ന സമയത്തായിരിക്കും ഞങ്ങളൊക്കെ മൈലാഞ്ചിയുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അത് അച്ഛൻ്റെ ഡ്യൂട്ടിയാണ്. അച്ഛന്മാർ എല്ലാ വീട്ടിലും തേക്കിൻ്റെ ഇലയാണ് ഞങ്ങളൊക്കെ കെട്ടിയിട്ടുള്ളത്, തേക്കിൻ്റെ ഇലയാണ്. വലിയ കീറാത്ത ഇല നോക്കിയെടുത്ത് അതിൽ 2-3 ഇലയൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ കൈ വെച്ച് കൊടുക്കും. എന്നിട്ട് അച്ഛൻ നിറയെ മൈലാഞ്ചിയൊക്കെ വെച്ച് ഇങ്ങനെ വിരലൊക്കെ മടക്കി നന്നായിട്ട് അതൊന്ന് കെട്ടി നമ്മുടെ കൈ രണ്ടും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഫുള്ളായിട്ട് അങ്ങ് വാഴ നാരൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടിയിരിക്കും. തേക്കിൻ്റെ ഇല ഇങ്ങനെ വെച്ച് നന്നായി കെട്ടിയിരിക്കും. എല്ലാവിടെയും വെച്ച് മൈലാഞ്ചി ഇങ്ങനെ പൊത്തി വയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇങ്ങനെ വരല്ലേ, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മടക്കി ഇങ്ങനെയൊക്കെ കെട്ടി വയ്ക്കും. ചോറ് കൊണ്ടു കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു രസം എന്താണെന്ന് അറിയുമ്പോൾ നമ്മുടെ ഈ കൈയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചൊറിയും ഇവിടെ ചൊറിയും തല ചൊറിയും, ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. ഭയങ്കര രസമാണ്. പിന്നെ അമ്മമാരുടെ ഡ്യൂട്ടിയാണ്. അമ്മ അവിടെ ചൊറിയമ്മ, ഒരു ഭയങ്കര രസമാണ്. അന്നൊക്കെ എത്രമാത്രം അച്ഛൻ അമ്മ അല്ല ഇപ്പോഴും ഉണ്ട്, അതല്ല ഞാൻ പറയുന്നത്. ഈ കർക്കിടക മാസം ഈ തുടങ്ങുന്ന സമയത്ത് ഉള്ള എല്ലാ വീടുകളിലും, ഇവിടുത്തേക്ക് എല്ലാ വീടുകളിലും ഇങ്ങനെയാണ്. ഇത് ഞങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ആരുടെ വീട്ടിൽ നമ്മളെല്ലാവരും പിള്ളേർ അപ്പുറത്തെ വീട്ടിൽ ചെറിയച്ച വലിയച്ച അങ്ങനെയൊക്കെ നമ്മൾ പോകും. നീ എത്ര കെട്ടി, നീ എത്ര വെച്ച് നമ്മളെങ്ങനെ കെട്ടി എന്നുള്ളത്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് വാട്സപ്പ് ചെയ്യും. അന്നത്തെ ഇതിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ അപ്പുറത്തൊക്കെ പോയിട്ട് ഇത് കെട്ടിയോ, ഇതൊക്കെ ആക്ഷനൊക്കെ പറ്റൂ, ഇങ്ങനെ കെട്ടിയെന്നൊക്കെ. പിന്നെ ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആരും ഇടിക്കാതെയൊക്കെ നോക്കണം, കാരണം ഇത് പൊളിഞ്ഞു പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അത് കഴിഞ്ഞ് രാത്രിയൊക്കെ ഉറങ്ങുമ്പോഴായിരിക്കും നമുക്കിങ്ങനെ ചൊറിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഞെട്ടി വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചൊറിയിലും അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ എന്ത് രസമാണെന്നോ. ഇനി ഒരിക്കലും ആ കാലഘട്ടമൊന്നും തിരിച്ചു വരില്ല. അപ്പം ഞാനിങ്ങനെ ഓർത്തപ്പോൾ ഇനി ഈ ലൈഫിൽ ഇപ്പോൾ ഈ സംക്രമം എന്ന് പറയുന്നതെല്ലാം ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിയുന്നേ ഇല്ല. ഇന്നത്തെ കുട്ടികളെല്ലാം ഇപ്പോൾ വീട്ടിൽ ഉള്ള കുട്ടികളെല്ലാം ചെയ്യുന്നത്
മൈലാഞ്ചി ഇടുന്ന ഒരു പേസ്റ്റ് വാങ്ങിയിട്ട് പേരിന് ഒരു ഡെക്കറേഷൻ, ചിലപ്പോൾ അതിടല് എന്തിനീ വൃത്തികേട് എന്ന രീതിയിലാണ്. കാരണം കല്യാണം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ, വേറൊരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ ഇത്രയും മൈലാഞ്ചി ഇട്ട് ഡെക്കറേഷൻ അതൊക്കെ ചെയ്യും. പക്ഷെ ഈ 1-ാം തീയതിക്ക് ഇപ്പം ആരും അങ്ങനെ ഇടുന്നതൊന്നും, ചെറുതായിട്ടെങ്കിലും അങ്ങനെ അരച്ച മൈലാഞ്ചി ഇടുന്നത് അതൊക്കെ ഒരു, കാരണം ആ കളർ പോയി കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ രാവിലെ ആവുമ്പോഴാണ് ഞങ്ങളുടെ അവിടെയൊക്കെ 1-ാം തീയതി എന്ന് പറഞ്ഞ്, ഇപ്പോൾ ഇവിടെ രാമായണ മാസം നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല, രാമായണം വായിക്കും, അതൊക്കെയാണ് നമ്മളിപ്പോൾ എല്ലായിടത്തും കാണുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ആ കുട്ടിക്കാലത്ത് ആ സമയത്തൊക്കെ നമ്മൾക്ക് ഈ സംക്രമം, കർക്കിടകം 1 എന്നുള്ളത് ചിക്കൻ സ്പെഷ്യലാണ് കേട്ടോ. ചിക്കനായിരിക്കും, അതുപോലെ ദോശയും, പിന്നെ അതുപോലെ ഇങ്ങനെ മൈലാഞ്ചി കെട്ട് രാവിലെ എണീച്ചതും അച്ഛൻ്റെ ഡ്യൂട്ടിയാണ്. എല്ലാവരെയും കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ ഇതങ്ങനെ അയച്ചു കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ നിവർത്തില്ല. അപ്പോഴേക്കെല്ലാം ഈ വര ഇങ്ങനെ ചുവന്ന് ചൊകാന്നായിട്ടുണ്ടാവും. എന്നിട്ട് ഇതൊക്കെ കഴുകി കഴിഞ്ഞ ശേഷം ചിക്കനൊക്കെ കൂട്ടിയൊരു ദോശ കഴിക്കലൊക്കെ ഉണ്ട്. ഭയങ്കര അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അങ്ങനെ ഒരു മണമൊക്കെ. അത് കഴിഞ്ഞ് രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ സ്കൂളിൽ പോകുമ്പോഴാണ്, നമുക്ക് സ്കൂളിലേക്ക് 2.5 കിലോമീറ്ററൊക്കെ നടക്കണം. തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ. ബസ് റൂട്ടൊന്നുമില്ല, ബസ് റൂട്ടാണ്, പക്ഷെ ബസ് പാതി വരയ്ക്കേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരും നടന്നു പോവുക. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഇറങ്ങിക്കഴിയുമ്പോഴാണ് ആരുടെ കൈയാണ് കൂടുതൽ ചുവന്നത് എന്നുള്ളതിലെ നോക്കും. കുറേ പേരുടെയൊക്കെ ചൊകാന്നായിരിക്കില്ല, നീ കാണിക്ക് ഞാൻ കാണിക്ക്. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം അന്ന് കിട്ടിയ സന്തോഷമാണ് ശരിക്കും റിയലായിട്ടുള്ള സന്തോഷം. ഇന്നാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ഫോട്ടോ എടുത്ത് രാവിലെ ആകുമ്പോഴത്തേക്ക് തന്നെ ഫോട്ടോ അയച്ചിട്ട് നിന്റെ ചോർന്നോ എൻ്റെ ചോർന്നോ എന്നുള്ളതുണ്ട്. പക്ഷെ അന്ന് നമ്മൾ നേരിൽ കണ്ട് ആ ഒരു അനുഭവത്തിലൂടെ നമ്മുടെ സന്തോഷം തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് കുറേ ഗ്യാങ്ങായിട്ട്, അപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും ഭയങ്കര ഒരു ഗ്യാങ്ങാണ്, എല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ചാണ് പോവുക. അങ്ങനെ കുറേ ദൂരം എത്തുമ്പോഴത്തേക്കും ഒരു വലിയൊരു ഗ്യാങ്ങായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് തന്നെയായിരിക്കും സംക്രമം രാവിലെ. പക്ഷെ മനസ്സോടെയാണ് സ്കൂളിൽ പോകുന്നത്. അവിടെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലത്തെ ഒരേ വൈബിലുള്ള കുട്ടികളും സന്തോഷവും, വീട്ടിൽ എന്തൊക്കെയായിരുന്നു, ആരുടെയൊക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്, ഇതൊക്കെ തന്നെയായിരുന്നു സംസാരം. പക്ഷെ പലപ്പോഴും നമ്മളിത്തിരി ഒരു എന്താ പറയുക, UP എത്തിയ സമയത്തൊക്കെ ഇതുപോലത്തെ ഈ സംക്രമം കർക്കിടകം 1 എന്നൊക്കെ പറയുന്ന സമയത്ത് കുറേ കുട്ടികളൊക്കെ ആബ്സെൻ്റ് ആവുമ്പോൾ ചില സമയത്തൊക്കെ ഉച്ചയ്ക്ക് ശേഷം, നമുക്ക് 4 മണി വരെയുള്ള ക്ലാസ്സാണ് ഞങ്ങൾക്കൊക്കെ, പക്ഷെ ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ ക്ലാസ് വിടും. അപ്പം എല്ലാവരും കൂടെ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ചോറൊന്നും കൊണ്ടുപോകില്ല, തിരിച്ച് വീട്ടിൽ വന്നിട്ട്, കാരണം ചിക്കനും ദോശയൊക്കെ ആണല്ലോ, അത് പിന്നെ ഭയങ്കര സ്പെഷ്യലാണ് അന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ. അപ്പം അതിനൊക്കെ വീട്ടിലെ അമ്മമാരാണെങ്കിലും മക്കളെ വരാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കലും, നമ്മൾ സ്കൂൾ വിട്ടിങ്ങനെ ഓടി വരലും, അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പം ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇന്നിപ്പോൾ നമ്മൾക്കെല്ലാം വാങ്ങാൻ കിട്ടും, എല്ലാം ചെയ്യാൻ കിട്ടും, പക്ഷെ ആ ഒരു സന്തോഷം മാത്രമാണ് വല്ലാതെ മിസ് ചെയ്യുന്നത്. അപ്പം 1-ാം തീയതി എന്നൊക്കെ പറഞ്ഞപ്പം ഇന്ന് അങ്ങനത്തെ വലിയ ആചാരങ്ങളോ, ഈ വർഷം ഞങ്ങൾക്ക് എന്തായാലും അതൊന്നുമില്ല, അങ്ങനത്തെ ആചാരങ്ങളോ ഇപ്പം ആരും അതുപോലത്തെ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശേഷം വാട്സപ്പിലും എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇതുപോലെയൊക്കെയാണ് ഞങ്ങൾ ആഘോഷിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതും പറഞ്ഞതും. ഇനി നിങ്ങളൊക്കെ ഇത്തരത്തിലൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്താണ് നിങ്ങളുടെ അനുഭവം, അതൊക്കെ ഈ 2 പേര് ഈ കമൻറ്റിൽ കുറിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വിശേഷം, ഇതുപോലത്തെ എൻ്റെ ഓർമ്മകളുമായിട്ട് വീണ്ടും ഒരു വീഡിയോ വരും. അതുവരയ്ക്കും ബൈ.